ഹായ് മക്കളെ, ഞാൻ വീണ്ടും നമ്മുടെ ഹൈഡ്രോ കാർബണുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആൽക്കീനിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ് പഠിച്ചത്. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡുകളുമായിട്ടുള്ള റിയാക്ഷനിൽ നമ്മൾ പറയേണ്ടായി, നമ്മൾ ആൽക്കീനുകളെ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് എവിടെയാണോ ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തതിൻ്റെ ഇരുവശത്തും ഏറ്റവും എണ്ണം കുറവ് ഹൈഡ്രജൻ ഉള്ളത്, അവിടെ വേണം നിങ്ങൾ നെഗറ്റീവ് അഡൻറ്റത്തെ, അതായത് ഹാലജനെ ചേർക്കാൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ എന്നുള്ള പേരെന്താക്കുന്നത് പറയുന്നത്. ഒന്നുകൂടി സാർ ഓർമ്മിപ്പിക്കുക. അത് CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൽക്കീൻ. ഈ ആൽക്കീനിനെ ഞാൻ HBrമായിട്ട് എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ മാർക്കോണിക്കോസ് റൂള് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തോളൂ. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തത് അതിൻ്റെ ഇരുവശത്തുമുള്ള ഹൈഡ്രജനെ നോക്കുക. ഹൈഡ്രജനെ നോക്കുമ്പോൾ എവിടെയാണോ ഏറ്റവും എണ്ണം കുറവ് ഹൈഡ്രജൻ ഉള്ളത് അവിടെ വേണം നിങ്ങൾ ഹാലജനെ ചേർക്കാൻ. മറ്റേ ഭാഗത്ത് ഹൈഡ്രജനെയും നിങ്ങൾ എന്താക്കണം? ചേർക്കണം. ഇതിനെയാണ് നമ്മൾ മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത് പറയുന്നത്. ഇതേ റിയാക്ഷൻ തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് നടത്തുന്നത് എന്ന് കരുതുക. സെയിം റിയാക്ഷൻ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് നടത്തുന്നത് എങ്കിൽ മാർക്കോണി പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. എന്താണോ നമ്മളോട് മാർക്കോണി പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. സെയിം റിയാക്ഷൻ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടത്തുമ്പോൾ, ഹൈഡ്രജൻ പെറോക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ മാർക്കോണി പറഞ്ഞതിൻ്റെ എതിരാണ് സംഭവിക്കുക. അതായത് Br ഹയർ ഹൈഡ്രജൻ ഉള്ളിടത്ത് വരും, H ലീസ്റ്റ് ഹൈഡ്രജൻ ഉള്ളിടത്ത് വരും. അതായത് നമുക്ക് ലഭിക്കുക CH3 CH2 CH2Br എന്നാണ്. റെഡി? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ. ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കറാഷ് ഇഫക്റ്റ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ എന്ന് പറയാം. അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? കറാഷ് ഇഫക്റ്റ് എന്നാണ് നമ്മൾ എന്താക്കാറ് പറയാറ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊരു ആൽക്കീനിനെയും നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എവിടെയാണോ ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ളത് അവിടെ വേണം ഹാലജനെ, അതായത് നെഗറ്റീവ് അഡൻറ്റത്തെ ചേർക്കാൻ. അതാണ് മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ. ഈ മാർക്കോണി പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. ഇതേ റിയാക്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത് എങ്കിൽ ഇതിനെയാണ് നമ്മൾ ആൻറ്റി മാർക്കോണിക്കോസ് റൂള്, അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ്, അല്ലെങ്കിൽ കറാഷ് ഇഫക്റ്റ് എന്നുള്ള പേരിൽ എന്താക്കുന്നത് പറയുന്നത്. ക്ലിയർ? Then there is a next reaction we can be discuss about, reaction with alkene and sulfuric acid. ആൽക്കീനും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ. CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ് ആൽക്കീൻ. ആൽക്കീനും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ. ഇവിടെ ആൽക്കീൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സൾഫ്യൂരിക് ആസിഡിന് രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്ന് Hഉം മറ്റൊന്ന് SO3Hഉം. രണ്ട് അറ്റാച്ചിങ് ഗ്രൂപ്പുകളാണ് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങളത്? H2SO4-നകത്തുള്ള രണ്ട് അറ്റാച്ചിങ് ഗ്രൂപ്പുകളാണ്. ഒന്ന് Hഉം മറ്റൊന്ന് SO3Hഉം. അപ്പോൾ ആദ്യം എന്താ മക്കളെ ചെയ്യുക? നമ്മൾ ഇവിടെ ഡബിൾ ബോണ്ട് നമ്മൾ എന്താക്കും? ബ്രേക്ക് ചെയ്യും അല്ലേ? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആദ്യം സിംഗിൾ ബോണ്ട് ആക്കും. സിംഗിൾ ബോണ്ട് ആക്കി മാറ്റി.
ഇരുവശത്തുമുള്ള ഹൈഡ്രജൻ നോക്കി. ഇവിടെ ഒരു ഹൈഡ്രജനാ ഉള്ളത്, ഇവിടെ 2 ഹൈഡ്രജനാണ് ഉള്ളത് അല്ലേ. എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അല്ലേ, എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ വേണം ഫങ്ഷണൽ ഗ്രൂപ്പിനെ എന്താക്കാൻ, ചേർത്ത് കൊടുക്കാൻ. ഏതാ ഇതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്? SO3H. മറ്റേ ഭാഗത്ത് ആര് വരും? എച്ചും വരും അല്ലേ. CH3 CH SO3H CH3 എന്നായിട്ട് എന്താവും? മാറും. മനസ്സിലായോ? റെഡി അല്ലേ? മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷനാ. ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് വൺ, അഡീഷൻ ഓഫ് വാട്ടർ. അടുത്ത റിയാക്ഷൻ നമ്മൾ പറയുന്നത് ഇതാണ്, അഡീഷൻ ഓഫ് വാട്ടർ ആണ്. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O. വാട്ടറിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? ഒന്ന് ആലോചിച്ചേ. വാട്ടറിനകത്ത് ഏതൊക്കെ അയോണുകളാണ് ഉള്ളത്? അതെ, ഒന്ന് H+ഉം മറ്റൊന്ന് OH മൈനസും. ഇതിലേതാ നെഗറ്റീവ് അഡൻഡം? ഇതല്ലേ. ആദ്യം ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിനെ എന്താക്കി മാറ്റുക? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുക. അപ്പോൾ CH3 CH CH2. നോക്ക്, ഇവിടെയാണ് ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആയത്. അതിൻ്റെ ഇരുവശവുമുള്ള ഹൈഡ്രജൻ നോക്കുക. ഈ സൈഡിൽ ഒരു ഹൈഡ്രജൻ ആണ്, ഈ സൈഡിൽ 2 ഹൈഡ്രജൻ ആണ്. എവിടെയാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളത് അവിടെ വേണം നെഗറ്റീവ് അഡൻഡം ഫങ്ഷണൽ ഗ്രൂപ്പ് ചേരാൻ. അപ്പോൾ ഇവിടെ ആര് വരും? OH എന്താവും? വരും. ഇവിടെ ആര് വരും? CH3 എന്താവും? വരും. റെഡി? അഡീഷൻ ഓഫ് വാട്ടർ. എളുപ്പമാണ് സംഗതി. റെഡി? മനസ്സിലായോ ചെയ്തത്? Then there is a next one, oxidation. അടുത്ത ആൽക്കീനുകളുടെ റിയാക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൽക്കീനുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ. റെഡി? കുറച്ച് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൂടുതലുള്ള റിയാക്ഷനാണ് സാറ് റെഡിങ്ങിൽ എഴുതുന്നത് കേട്ടോ. റെഡി? ഇവിടെ നോക്കുക, ആൽക്കീൻ സൊല്യൂഷൻ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് ആൽക്കീൻ സൊല്യൂഷൻ. ആൽക്കീൻ സൊല്യൂഷനെ ഞാൻ ഓക്സിഡേഷൻ നടത്തുകയാണ്. ഓക്സിഡേഷൻ നടത്തുന്നത് ഡയല്യൂട്ട് KMnO4ൻ്റെ പ്രസൻസിലാണ്. റെഡി? ഡയല്യൂട്ട് KMnO4ൻ്റെ പ്രസൻസിൽ ആൽക്കീനിനെ നമ്മൾ എന്താക്കുന്നു? ഓക്സിഡേഷൻ എന്താക്കുന്നു? നടത്തുന്നു. ആൽക്കീനിനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് എന്താവും? മാറും. ആൽക്കീൻ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് എന്താവും? മാറും. റെഡി? ഇനി H2Oയും Oയും അല്ലേ, അതായത് 2 ഓക്സിജനും ഉണ്ട് 2 ഹൈഡ്രജനും ഇല്ലേ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ. ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ H2Oയും Oയും, അതായത് 2 ഓക്സിജനും 2 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ OH എന്താവും? ആഡ് ചെയ്ത് വരും. റെഡി? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈഥെയ്ൻ 1,2-ഡയോൾ. ഈഥെയ്ൻ 1,2-ഡയോൾ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് മക്കളെ ഗ്ലൈക്കോൾ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഈഥെയ്ൻ 1,2-ഡയോൾ അല്ലെങ്കിൽ ഗ്ലൈക്കോൾ. ഒന്നുമില്ല മക്കളെ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായി 2 ഹൈഡ്രജനും 2 ഓക്സിജനും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ OH എന്നെന്താക്കി? ആഡ് ചെയ്തു ഈഥെയ്ൻ 1,2-ഡയോൾ. റെഡി? ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്? പറയുന്നത്. Then there is a next one we can be discuss about. There is a second one. This is ozonolysis. Second one അല്ല, ഇമ്പോർട്ടൻ്റ് ആയതിൽ സെക്കൻഡ് വൺ കേട്ടോ. ഇതൊക്കെ എഴുതി വെക്കണേ. ഇനി നമ്മൾ കാണുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതെല്ലാം തന്നെ ഞാൻ കാണണം. There is a next one we can be discuss about ozonolysis. ഓസോണോലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കീനിനെ
ഞാൻ ആദ്യം ഓസോണുമായി കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ ഡബിൾ ബോണ്ടഡ് ആയ കോമ്പൗണ്ടായ ആൽക്കീനിനെ നമ്മൾ ആദ്യം ഓസോണുമായിട്ട് എന്താക്കുന്നു? കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ ഓസോണുമായി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് അതിൻ്റെ ഇടയിലേക്കായിട്ടാണ് ഈ ഓസോൺ എന്താവുക? വന്ന് ഫിറ്റ് ചെയ്യുക. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലേക്കാണ് ഈ ഓസോൺ വന്ന് ഫിറ്റ് ചെയ്യുക. ഈ ഓസോൺ വന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കൂട് പോലുള്ള സ്ട്രക്ചറായിട്ട് മാറും. ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് എന്താവും? മാറും. കാണിച്ചു തരാം സാറ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, CH2 ഇതിനിടയ്ക്കുള്ള ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെയാണ് ഈ ഓസോൺ വന്നെന്താക്കുന്നത്? ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ O3 ഇതിനിടയ്ക്കാണ് ഓക്സിജൻ ഓസോൺ വന്ന് ഫിറ്റ് ചെയ്യുന്നത്. എന്നിട്ടൊരു കേജ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസോണൈഡ് എന്നാണ് നമ്മൾ എന്താക്കുക? വിളിക്കുക. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഇടയിലേക്കായി ഓക്സിജൻ എന്താവുന്നു? വന്ന് ഫില്ല് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഓസോണൈഡ്. ഇനി ഈ ഓസോണൈഡിനെ സിങ്കും വാട്ടറുമായിട്ട് എന്താക്കുന്നു? റിയാക്ട് ചെയ്യുന്നു. സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓസോണൈഡിൻ്റെ 2 ആമുകളും ബ്രേക്ക് ചെയ്യും. ഇതാണ് 2 ആമുകൾ. ഈ 2 ആമുകളും ബ്രേക്ക് ചെയ്യും. ഈ ആമിൽ എന്താ ഉള്ളത്? CH2O. ഈ ആമിൽ എന്താ ഉള്ളത്? CH2O. അങ്ങനെ 2 CH2O ആയിട്ട് എന്താവും? മാറും. CH2O എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാ വരിക, HCHO, CH2O, HCHO, അതായത് 2 ആൽഡിഹൈഡ് ആയിട്ട് എന്താവും? മാറും. ആൽക്കീനുകൾ ആൽഡിഹൈഡ് ആയിട്ട് എന്താകുന്നു? മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഓസോണോലിസിസ് എന്നുള്ള പേരിൽ എന്താക്കുന്നത്? വിളിക്കുന്നത്. ആൽക്കീനിനെ ആദ്യം ഓസോണുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓസോൺ ഇടയിലായി വന്ന് ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറും. അതാണ് നമ്മുടെ ഓസോണൈഡ്. അതിന് സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് അതിൻ്റെ 2 ആമുകളും ബ്രേക്ക് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആയിട്ട് എന്താവും? മാറും. Then there is a next one. CH3 CH double bond CH2 plus O3 gives ഈ ഡബിൾ ബോണ്ടഡ് ആയ ആൽക്കീനിനെ ഓസോണുമായി കൂട്ടിച്ചേർക്കുന്നു. സാർ പറഞ്ഞിരുന്നു ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെയാണ് ഓസോൺ എന്താക്കുന്നത്? കിളിക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ CH3 CH ഇപ്പുറത്തുണ്ട്, അപ്പുറത്ത് CH2 ഉണ്ട്. ഇവിടെയല്ലേ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണത്? ഇനി അതിൻ്റെ ഇടയിലേക്കായി ആര് വന്ന് ഫില്ല് ചെയ്യും? ഓക്സിജൻ വന്ന് ഫില്ല് ചെയ്ത് ഓസോണൈഡ് ആയിട്ട് എന്താവും? മാറും. ഇനി ഈ ഓസോണൈഡിനെ സിങ്കും വാട്ടറുമായി റിയാക്ട് ചെയ്യിക്കുന്നു. സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്? ഇതിൻ്റെ 2 ആമുകളും ബ്രേക്ക് ചെയ്തു പോവും അല്ലേ? ആ 2 ആമുകളും ബ്രേക്ക് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഇതേത് ആൽഡിഹൈഡ് ആയിട്ടാണ് മാറുന്നേ? CH3 CHO. ഇതേത് ആൽഡിഹൈഡ് ആയിട്ടാണ് മാറുന്നേ? CH2O. അങ്ങനെ 2 ആൽഡിഹൈഡ് ആയിട്ട് എന്താവും? മാറും. മനസ്സിലായോ? നമുക്ക് അടുത്തതൊന്ന് സ്വന്തമായിട്ട് ചെയ്യണേ. CH3 CH ഡബിൾ ബോണ്ട് CH3 പ്ലസ് O3. ആദ്യം ഓസോണൈഡ് ഉണ്ടാക്കുക. ഓസോണൈഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ സിങ്കും വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് എന്താക്കി മാറ്റണം? ഈ പറയുന്ന ആൽഡിഹൈഡ് ആക്കിയിട്ട് എന്താക്കണം? മാറ്റണം. പെട്ടെന്ന് ചെയ്തേ. എളുപ്പത്തിലുള്ള റിയാക്ഷൻ എളുപ്പത്തിൽ തന്നെ ചെയ്യുക കേട്ടോ. കഴിഞ്ഞു വിചാരിക്കണു. എളുപ്പമല്ലേ ഇത്? എന്താ ചെയ്യേണ്ടത്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിനിടയിലായിട്ടാണ് കിളിക്കൂട് തയ്യാറാക്കേണ്ടത്.
അപ്പോൾ CH3CHO CH3OO ഓസോണൈഡ് ആയിട്ട് എന്താവും മാറും. തുടർന്ന് ഈ ഓസോണൈഡിനെ സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് 2 ആമുകളും ബ്രേക്ക് ചെയ്തിട്ട് അത് CH3CHO ആയിട്ട് എന്താവും മാറും. 2CH3CHO CH3CHO CH3CHO അപ്പോൾ 2 CH3CHO ആയിട്ട് എന്താവും മാറും. ക്ലിയർ അല്ലേ? ചെയ്തിട്ട് കിട്ടിയിരുന്നോ എല്ലാവർക്കും? റെഡി അല്ലേ കാര്യം? എഗെയിൻ ദർ ഇസ് എ ലാസ്റ്റ് റിയാക്ഷൻ. നമ്മുടെ ആൽക്കീൻ അവസാനിക്കാൻ പോവുകയാണ്. ആൽക്കീനിലെ ഏറ്റവും അവസാനത്തെ റിയാക്ഷൻ ആണ് ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് വി ക്യാൻ ബി സേ ഇറ്റ് ആസ് പോളിമറൈസേഷൻ. അടുത്ത ഒരു റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്, പോളിമറൈസേഷൻ ആണ്. നോമ്പൊക്കെ ആയിട്ട് ക്ഷീണമൊക്കെ ഉണ്ടോ? നല്ല വെയിലൊക്കെയാണ്. എനിക്കും ക്ഷീണമുണ്ട്, നിങ്ങൾക്കും ക്ഷീണമുണ്ട്. ഉറങ്ങിപ്പോരുത്. പോളിമറൈസേഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കൂ, ധാരാളം കുഞ്ഞു കുഞ്ഞ് മോളിക്യൂളുകളെ, ഡബിൾ ബോണ്ടഡ് ആയ ആൽക്കീനുകളെ, കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകളെ കൂട്ടിച്ചേർത്ത് ജൈജാൻറ്റിക് ആയ വലിയ സൈസുള്ള മോളിക്യൂളുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്നുള്ള പേരിൽ പറയുക. ധാരാളം ചെറിയ ചെറിയ മോളിക്യൂളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജൈജാൻറ്റിക് ആയ വലിയ സൈസുള്ള മോളിക്യൂളുകൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്നുള്ള പേരിൽ പറയുക. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണിത്. പോളിമറുകളുടെ പേര് പറയുമ്പോൾ പേരിൻ്റെ കൂടെ പോളി എന്നെന്താക്കണം, ചേർക്കണം. ഇപ്പോൾ നോക്കൂ, ഞാൻ ധാരാളം കുഞ്ഞു കുഞ്ഞ് എസ്റ്ററുകളെ കൂട്ടിച്ചേർത്ത് വലിയ ഒരു പോളിമർ ഉണ്ടാക്കുന്നു. ആ പോളിമറിൻ്റെ പേരെന്താ വരിക? പോളിസ്റ്റർ അല്ലേ? അതുപോലെ ധാരാളം വിനൈൽ ക്ലോറൈഡ് മോളിക്യൂളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജൈജാൻറ്റിക് ആയ വലിയ ഒരു മോളിക്യൂൾ ഞാൻ എന്താക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ആ പോളിമറിൻ്റെ പേരെന്താ വരിക? പോളി വിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ് അല്ലേ? അതുപോലെ ഞാൻ ധാരാളം പ്രൊപ്പീനിനെ കൂട്ടിച്ചേർത്ത് ജൈജാൻറ്റിക് ആയ വലിയ സൈസുള്ള പോളിമർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരും? പോളിപ്രൊപ്പീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PP. അതായത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലിൻ്റെ താഴെയൊക്കെയായി എഴുതി കാണാം നിങ്ങൾക്ക് PP ബോട്ടിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ധാരാളം ചെറിയ ചെറിയ മോളിക്യൂളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജൈജാൻറ്റിക് ആയ വലിയ സൈസുള്ള മോളിക്യൂളുകൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ. പേരിൻ്റെ കൂടെ എല്ലായ്പ്പോഴും പോളി എന്നെന്താക്കണം, ചേർക്കണം. റെഡി? അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിള് CH2 ഡബിൾ ബോണ്ട് CHCl. ഇതാണ് നമ്മൾ പറയുന്ന വിനൈൽ ക്ലോറൈഡ്. N എണ്ണം, എത്ര എണ്ണമാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. N എണ്ണം 10,000-ഓ ലക്ഷക്കണക്കിനോ 2 ലക്ഷമോ എത്ര വേണേലും ആവാം. N എണ്ണം വിനൈൽ ക്ലോറൈഡ് ഞാൻ എടുത്ത് പോളിമറൈസ് ചെയ്യുന്നു. റെഡി? അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ്, PVC ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുക അല്ലേ? അപ്പം നമുക്ക് പ്രോഡക്റ്റ് എഴുതാൻ അറിയണം. മക്കൾ ശ്രദ്ധിച്ചോ, ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആക്കുക. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആക്കുക. 2 സൈഡും വലിച്ചു നീട്ടുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് N എന്ന് കൊടുക്കുക. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക, 2 സൈഡും എക്സ്റ്റെൻഡ് ചെയ്യുക, വലിച്ചു നീട്ടുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് കൊടുക്കുക? N. ഇത് വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ഇതെന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. റെഡി? ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, N എണ്ണം എത്തീൻ എന്താക്കുന്നു? പോളിമറൈസ് ചെയ്യുന്നു. N എണ്ണം എത്തീനിനെ നമ്മൾ എന്താക്കുന്നു? പോളിമറൈസ് ചെയ്യുന്നു. N എണ്ണം എത്തീനിനെ പോളിമറൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തീൻ പോളിമറൈസ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്താവും?
സിംഗിൾ ബോണ്ട് ആയിട്ട് എന്താവും മാറും. ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് എന്താവും മാറും. എന്നിട്ട് രണ്ട് സൈഡും വലിച്ചു നീട്ടുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക N. ഇത് എത്തീൻ ആണെങ്കിൽ ഇതിൻ്റെ പേര് എന്ത് വരും? പോളിത്തീൻ എന്നാണ് എന്താവുക വരിക. എന്നാൽ അടുത്തത് മക്കൾ സ്വന്തമായിട്ട് ചെയ്യുക. NCH2 ഡബിൾ ബോണ്ട് CH3 ഇതാണ് പ്രൊപ്പീൻ. പ്രൊപ്പീനിനെ നമ്മൾ പോളിമറൈസ് ചെയ്യുകയാ. ഒന്ന് പോളിമറൈസ് ചെയ്തേ എല്ലാവരും, വേഗത്തിലാവട്ടെ. പ്രൊപ്പീനിനെ പോളിമറൈസ് ചെയ്യും. പ്രൊപ്പീൻ പോളിമറൈസ് ചെയ്തോ? പോളിമറൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതെ, ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആക്കണം. രണ്ട് സൈഡും എക്സ്റ്റെൻഡ് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക N. ഇത് പ്രൊപ്പീൻ ആണെങ്കിൽ അതിൻ്റെ പേരെന്താണ്? പോളിപ്രൊപ്പീൻ എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. റെഡി? ക്ലിയർ അല്ലേ? ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് കാറ്റഗറി. അടുത്ത കാറ്റഗറി ഓഫ് ഹൈഡ്രോ കാർബണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈഡ്രോ കാർബണിൻ്റെ അടുത്ത കാറ്റഗറി വളരെ ചെറിയ കാറ്റഗറിയാണ്. ദിസ് ഇസ് അവർ ആൽക്കൈൻ. കേട്ടോ, ആൽക്കൈൻ എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന അടുത്ത കാറ്റഗറി. ഹൈഡ്രോ കാർബണിനകത്ത് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെയാണ് ആൽക്കൈൻ എന്നുള്ള പേരെന്താക്കുക പറയുക. ആൽക്കൈനുകളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആണ്. ഏതൊക്കെയായിരുന്നു നമ്മുടെ ആദ്യം ആൽക്കെയിനിൻ്റെ ജനറൽ ഫോർമുല? എന്താ ആൽക്കെയിൻ? CnH2n+2. ആൽക്കീൻ ആവുമ്പോൾ CnH2n, ആൽക്കൈൻ ആവുമ്പോൾ CnH2n-2 എന്നാണ് എന്താവുക വരിക. അപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ 2 കൊടുക്കണം. C2, H2 2s 4, 4 - 2 2, C2H2. ഇതാണ് നമ്മൾ പറയുന്ന അസറ്റിലീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈത്തൈൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട്. ആദ്യത്തെ ആൽക്കൈൻ എന്ന് പറയുന്നത് അസറ്റിലീൻ അല്ലെങ്കിൽ ഈത്തൈൻ ആണ്. പേരിൻ്റെ അവസാനം YNE അല്ലേ? ANE, ENE, YNE. ആൽക്കൈൻ ആവുമ്പോൾ എയിൻ, ആൽക്കീൻ ആവുമ്പോൾ ഈൻ, ആൽക്കൈൻ ആവുമ്പോൾ ഐൻ എന്നാണ് നമ്മൾ എന്താക്കുക ചേർക്കുക. റൈറ്റ്. ഇനി നമ്മൾ ആദ്യത്തെ ആൽക്കൈനിൻ്റെ സ്ട്രക്ചറാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. C ട്രിപ്പിൾ ബോണ്ട് CH. റെഡി? ആൽക്കൈൻ സ്ട്രക്ചർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നോക്കുക, ട്രിപ്പിൾ ബോണ്ടഡ് ആയ ഈ ഒരു കാർബണിനകത്ത് 2 sp ഹൈബ്രിഡ് ഓർബിറ്റലുകളാണുള്ളത്. ഓരോ കാർബണും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ കാർബണിനകത്തായി 2 sp ഹൈബ്രിഡ് ഓർബിറ്റലുകളാണുള്ളത്. ഇതിൽ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റല് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് എന്താവും ഓവർലാപ്പ് ചെയ്ത് ഒരു സിഗ്മ ബോണ്ട് എന്താവും ഫോം ചെയ്യും. കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റല് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി കൂടിച്ചേർന്ന് ഒരു സിഗ്മ ബോണ്ട് എന്താവും ഫോം ചെയ്യും. ഈ കാർബണിലും അങ്ങനെ തന്നെ. ഈ കാർബണിൽ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റല് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി കൂടിച്ചേർന്ന് സിഗ്മ ബോണ്ട് എന്താവും ഫോം ചെയ്യും. അതായത് 2 സിഗ്മ ബോണ്ടുകളുണ്ട്. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട്. ഈ ഹൈഡ്രജൻ്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ ബാക്കിയല്ലേ? ഈ ഹൈഡ്രജൻ്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ ബാക്കിയല്ലേ? ഈ 2 sp ഹൈബ്രിഡ് ഓർബിറ്റലുകൾ കൂടി ചേർന്ന് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എന്താവും ഫോം ചെയ്യും. അങ്ങനെ 3 സിഗ്മ ബോണ്ടുകളാണ് നമ്മൾ പറയുന്ന ആൽക്കൈനിനകത്തുള്ളത്. ഈ കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റലും ഈ കാർബണിൻ്റെ റിമൈനിങ് ആയ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിൽ കൂടി ചേർന്നിട്ട് ഒരു കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് എന്താവും ഫോം ചെയ്യും. ഇനി ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്ത 2 അൺഹൈബ്രിഡൈസ്ഡ് ആയ p ഓർബിറ്റലുണ്ട്.
ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്ത അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഉണ്ട്. റെഡി? ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്ത ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയ പി ഓർബിറ്റലുകൾ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പ് നടത്തിയിട്ടാണ് രണ്ട് പൈ ബോണ്ട് എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്ത അൺഹൈബ്രിഡൈസ്ഡ് ആയ രണ്ട് 2p ഓർബിറ്റൽ ഉണ്ട് ഓരോ കാർബണിനകത്തും. ബാക്കിയായ അൺഹൈബ്രിഡൈസ്ഡ് ആയ ഈ 2p ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് രണ്ട് പൈ ബോണ്ട് എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. അങ്ങനെ 3 സിഗ്മ ബോണ്ടുകളും 2 പൈ ബോണ്ടുകളുമാണ് നമ്മൾ പറയുന്ന ആൽക്കെയിനിനകത്ത് ഉള്ളത്. റെഡി? 3 സിഗ്മ ബോണ്ടും ഉണ്ട്, അതോടൊപ്പം തന്നെ 2 പൈ ബോണ്ടുകളും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ ആൽക്കീനിനെ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചാൽ, ആൽക്കീനിനെ പ്രിപ്പയർ ചെയ്യാൻ ഒരൊറ്റ സിന്തസിസ് മാത്രമേ ഉള്ളൂ മക്കളെ. അതിതാണ് കാൽസ്യം കാർബൈഡ് ഇസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ. സിമ്പിൾ സിന്തസിസ് ആണ്. കാൽസ്യം കാർബൈഡിനെ വാട്ടറുമായിട്ട് എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ C2-ഉം ഇവിടെ നിന്ന് ഒരു H2-ഉം കൂടി C2H2 അസിറ്റിലീൻ ആയിട്ട് മാറും, ഈഥൈൻ ആയിട്ട് മാറും. ബാക്കിയുള്ളത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവും. ഈ C2-ഉം ഇവിടെ 2 2s are 4, 4 ഹൈഡ്രജൻ ഇല്ലേ, അതിലെ 2 ഹൈഡ്രജനും കൂടി ചേർന്ന് C2H2 ഈഥൈൻ ഓർ അസിറ്റിലീൻ ആയിട്ട് മാറും. പിന്നെ കാൽസ്യവും 2 ഓക്സിജനും 2 ഹൈഡ്രജനും ബാക്കി, അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് എന്താവും, മാറും. റെഡി? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ അതിൽ? മനസ്സിലായില്ലേ? Then there is a next thing we can discuss about. There is another thing. വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കാര്യം. റിയാക്ഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുവുള്ളേ. This is acidic character of alkyne. ആൽക്കൈനുകളുടെ അസിഡിക് ക്യാരക്ടർ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ സിംപ്ലസ്റ്റ് ആയ ഒരു ആൽക്കൈൻ കൺസിഡർ ചെയ്യുകയാണ്. ആൽക്കൈൻ is reacted with sodium amide. ആൽക്കൈനിനെ സോഡിയം അമൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. മക്കൾ ഇവിടെ നോക്കുക, നമ്മുടെ ആൽക്കൈൻ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ? ആൽക്കൈൻ എന്ന് പറയുന്നത് എന്താണ്? sp ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ sp ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ sp ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ അതിന് S ക്യാരക്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. sp3 sp2 sp എടുക്കുന്ന സമയത്ത് sp-ക്കകത്ത് S ക്യാരക്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. S ക്യാരക്ടർ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ H+ അയോണുകളെ റിലീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റങ്ങൾ വളരെ എളുപ്പത്തിൽ ആരെ റിലീസ് ചെയ്യിക്കും? H+ അയോണുകളെ എന്താക്കും? റിലീസ് ചെയ്യിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ H+ അയോണുകളെ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു അസിഡിക് സ്വഭാവമുള്ളവരായിരിക്കും. അവർക്ക് അസിഡിക് ക്യാരക്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പോൾ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണിത്, അതുകൊണ്ട് S ക്യാരക്ടർ കൂടുതലാണ്. S ക്യാരക്ടർ കൂടുമ്പോൾ അത് വളരെ പെട്ടെന്ന് ആരെ റിലീസ് ചെയ്യും? ഹൈഡ്രജനെ റിലീസ് ചെയ്യും. ആ H-ഉം NH2-ഉം തമ്മിൽ NH3 ആവും. എന്നിട്ട് ഈ H-ന് പകരം അവിടെ ആര് വരും? Na വരും. CH3C ട്രിപ്പിൾ ബോണ്ട് CNA എന്നായിട്ട് മാറും. ആൽക്കൈൻസ് ആർ മോർ അസിഡിക് ഇൻ നേച്ചർ. റെഡി? അങ്ങനെയാണെങ്കിൽ വേറൊരു റിയാക്ഷൻ നോക്കുക. ആൽക്കൈൻ ഇസ് ട്രീറ്റഡ് വിത്ത് ടൊളൻസ് റിയേജൻറ്റ്. ടൊളൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിനെയാണ് ടൊളൻസ് റിയേജൻറ്റ് എന്നുള്ള പേരിൽ എന്താക്കുക? പറയുക. ടൊളൻസ് റിയേജൻറ്റ്.
അമോണിയം ഹൈഡ്രോക്സൈഡിനകത്ത് കലക്കിയിട്ടുള്ള സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിനെയാണ് നമ്മൾ ടൊളൻസ് റിയേജന്റ് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ഈ ടൊളൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അതുകൊണ്ട് അതിനകത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ എസ് ക്യാരക്ടർ കൂടുതലാവുമ്പോൾ വളരെ എളുപ്പത്തിൽ ആരെ റിലീസ് ചെയ്യും? H+ അയോണുകൾ റിലീസ് ചെയ്ത് ഇത് സിൽവർ സാൾട്ട് ആയിട്ട് എന്താവും? മാറും. സിൽവർ സാൾട്ട് ആയിട്ട് എന്താവും? മാറും. ഇതാണ് നമ്മൾ പറയുന്ന ആൽക്കൈനുകളുടെ അസിഡിക് ക്യാരക്ടർ. ആൽക്കൈനുകൾക്ക് അസിഡിക് ക്യാരക്ടർ വളരെ കൂടുതൽ ആണ്. റെഡി? ക്ലിയർ? മനസ്സിലായോ സംഗതി? എഗെയിൻ ദർ ഇസ് എ നെക്സ്റ്റ് തിങ്. അടുത്തതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൽക്കൈനുകളുടെ റിയാക്ഷൻ ആണ് മക്കളെ. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൽക്കൈനുകൾ പങ്കെടുക്കുന്ന റിയാക്ഷൻ. എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തോളണം. ഫസ്റ്റ് റിയാക്ഷൻ ആണ് അഡീഷൻ ഓഫ് H2 ഹൈഡ്രജനെ ആഡ് ചെയ്യൽ CH ട്രിപ്പിൾ ബോണ്ട് CH+ H2. ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ട്രിപ്പിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് നിങ്ങൾ അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യൂ? ഹൈഡ്രജൻ ആഡ് ചെയ്യൂ. എളുപ്പമാ പരിപാടി. എന്താ സംഭവിക്കുക? ഈ ട്രിപ്പിൾ ബോണ്ട് എന്താക്കുക? ഡബിൾ ബോണ്ട് ആക്കി വരയ്ക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് എന്താവും? മാറും. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് അഡീഷൻ ഓഫ് ഹാലജൻ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH plus Br2 gives CH3 C triple bond CH plus Br2 gives. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹാലജൻ എന്താക്കുന്നു? ആഡ് ചെയ്യുന്നു. വേഗത്തിലാവട്ടെ, എന്നെ കാക്കണ്ട. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹാലജൻ ആഡ് ചെയ്യുമ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും അല്ലേ? ഈ ട്രിപ്പിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് ഇരുവശവും എന്ത് ചേർത്ത് കൊടുക്കുക? ഹാലജനെ ചേർത്ത് കൊടുക്കുക. Br. അടുത്തത് പറയട്ടെ. അഡീഷൻ ഓഫ് വാട്ടർ. വേഗം എൻ്റെ കൂടെ തന്നെ ചെയ്തോളണേ. CH ട്രിപ്പിൾ ബോണ്ട് CH plus H2O. വാട്ടറിൽ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് H ആണ്, മറ്റൊന്ന് OH ആണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്തായിട്ടാ മാറുക? സിംഗിൾ ബോണ്ട് ആയിട്ട് എന്താവും? മാറും. വേഗത്തിൽ ചെയ്തോളൂ. ആയാ? ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആവും അല്ലേ? ഇനി അതിനകത്തോട്ട് വാട്ടർ ആഡ് ചെയ്യണ്ടേ? ഒന്നിലേക്ക് Hഉം മറ്റേതിലേക്ക് എന്തും വരും? OHഉം വരും. നെക്സ്റ്റ് വൺ, നാലാമത്തത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. മാർക്കോണിക്കോസ് റൂളൊക്കെ എവിടെയെങ്കിലും വേണമെങ്കിൽ പ്രയോഗിച്ചോളണേ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് CH ട്രിപ്പിൾ ബോണ്ട് CH plus HBr gives. CH ട്രിപ്പിൾ ബോണ്ട് CH plus HBr gives. വേഗാവട്ടെ, നിങ്ങൾ സ്പീഡാക്കൂ. ചെയ്തോ? എന്താ വരിക? ഈ ട്രിപ്പിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. ഒന്നിലേക്ക് Hഉം മറ്റേതിലേക്ക് Br എന്താവും? വരും. ക്ലിയർ? ദെൻ ദർ ഇസ് എ ലാസ്റ്റ് റിയാക്ഷൻ. ആൽക്കൈനുകളുടെ ലാസ്റ്റ് റിയാക്ഷൻ ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ.
സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടഡ് ആയ ആൽക്കൈനിനെ റെഡ് ഹോട്ട് അയേൺ ട്യൂബിലൂടെ 873 കെൽവിനിൽ എന്താക്കുന്നു, പാസ് ചെയ്യുന്നു. ട്രിപ്പിൾ ബോണ്ടഡ് ആയ ആൽക്കൈനിനെ റെഡ് ഹോട്ട് അയേൺ ട്യൂബിലൂടെ 873 കെൽവിനിൽ എന്താക്കുന്നു, പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യിക്കുന്ന സമയത്ത് അതിന് സൈക്ലിക് പോളിമറൈസേഷൻ നടന്ന് അത് ബെൻസീൻ ആയിട്ട് എന്താവും, മാറും. ഈ ഒരു റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെയാണ് നമ്മൾ സൈക്ലിക് പോളിമറൈസേഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ട്രിപ്പിൾ ബോണ്ടഡ് ആയ ആൽക്കീനിനെ റെഡ് ഹോട്ട് അയേൺ ട്യൂബിലൂടെ 873 കെൽവിൻ ടെമ്പറേച്ചറിൽ പാസ് ചെയ്യുമ്പോൾ അതിന് സൈക്ലിക് പോളിമറൈസേഷൻ നടന്ന് അത് ബെൻസീൻ ആയിട്ട് എന്താവും, മാറും. റെഡി? ക്ലിയർ? മനസ്സിലായോ? വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയുമാണ് നമുക്ക് ആൽക്കൈൻസിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. ഇനി ജസ്റ്റ് അടുത്ത കാറ്റഗറി നമ്മളൊന്ന് തുടങ്ങിയിടുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെ നമ്മൾ എന്താക്കുള്ളൂ, ഡിസ്കസ് ചെയ്യുള്ളൂ. ഇതാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. റെഡി? ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, അരോമ മീൻസ് ഫ്രാഗ്രൻസ്, മണമുള്ള ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുക. മണമുള്ള, ഫ്രാഗ്രൻസ് ഉള്ള, നറുമണമുള്ള ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടുകളെയാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനകത്ത് ബെൻസീനിന്റെ കോമ്പൗണ്ടുകളും ഉണ്ടാവും. ബെൻസീൻ റിംഗ് അടങ്ങിയ കോമ്പൗണ്ടുകളും ഉണ്ടാവും. അത്തരം അരോമാറ്റിക് ഹൈഡ്രോകാർബണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസിനോയിഡ്സ് എന്നാണ് എന്താക്കുക, പറയുക. ഇനി ബെൻസീൻ റിംഗ് ഇല്ലാത്ത നറുമണമുള്ള അരോമാറ്റിക് ഹൈഡ്രോകാർബണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ബെൻസിനോയിഡ്സ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. റെഡി? ബെൻസീൻ റിംഗ് ഉള്ളതും നറുമണമുള്ളതുമായിട്ടുള്ള ഹൈഡ്രോകാർബണുകളെ ബെൻസിനോയിഡുകളെന്നും ബെൻസീൻ റിംഗ് ഇല്ലാത്ത നറുമണമുള്ള ഹൈഡ്രോകാർബണുകളെ നോൺ ബെൻസിനോയിഡുകൾ എന്നുമാണ് നമ്മൾ എന്താക്കുക, പറയുക കേട്ടോ. ബെൻസിനോയിഡുകളും ഉണ്ട്, നോൺ ബെൻസിനോയിഡുകളും ഉണ്ട്. കുറച്ച് ബെൻസിനോയിഡുകൾ പരിചയപ്പെടുത്താം ഞാൻ. നോക്കൂ, ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഥൈൽ ബെൻസീൻ എന്ന് പറയും. അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ടൊളുവീൻ എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇനി ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നു എന്ന് കരുതുക. അപ്പോൾ 1,2 ഡൈമീഥൈൽ ബെൻസീൻ. 1,2 2 മീഥൈൽ ഗ്രൂപ്പ് ഡൈമീഥൈൽ ബെൻസീൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോസൈലീൻ. ഈ പൊസിഷനാണ് ഓർത്തോക്സൈലീൻ എന്നാണ് നമ്മൾ പറയുക. ഇനി അടുത്തത് ഇതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ 1,3 ഡൈമീഥൈൽ ബെൻസീൻ അല്ലേ? 1,3 ഡൈമീഥൈൽ ബെൻസീൻ. ഈ പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാക്സൈലീൻ എന്നാണ് നമ്മൾ പറയുക. ഇനി ഒന്നുകൂടിയുണ്ട്. ഇതിൻ്റെ IUPAC പേരൊന്ന് പറയാൻ ശ്രമിക്കൂ. 1, 2, 3, 4. അപ്പോൾ 1 അല്ലേ? 1,4 ഡൈമീഥൈൽ ബെൻസീൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് പാരാസൈലീൻ എന്നാണ് വിളിക്കുക. 1,2 ഡൈമീഥൈൽ ബെൻസീൻ ആണ് ഓർത്തോസൈലീൻ.
1,3 ഡൈമീഥൈൽ ബെൻസീൻ ആണ്. മെറ്റാസൈലീൻ 1,4 ഡൈമീഥൈൽ ബെൻസീൻ ആണ്. ഇതാണ് പാര. ഓർത്തോ, ഇത് രണ്ടും ഓർത്തോ പൊസിഷനാ, ഇത് രണ്ടും മെറ്റാ പൊസിഷനാ, ഇത് രണ്ടും പാരാ പൊസിഷനാ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാരാസൈലീൻ എന്നാണ് പറയുക. അപ്പോൾ നറുമണമുള്ള നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഹൈഡ്രോ കാർബണുകളെയാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുക. അതിൽ ബെൻസീൻ റിംഗ് അടങ്ങിയ നറുമണമുള്ള ഹൈഡ്രോ കാർബണുകളെ ബെൻസിനോയിഡുകൾ എന്നും, ബെൻസീൻ റിംഗ് ഇല്ലാത്ത നറുമണമുള്ള ഹൈഡ്രോ കാർബണുകളെ നോൺ ബെൻസിനോയിഡുകൾ എന്നുമാണ് നമ്മൾ എന്താക്കുക പറയുക കേട്ടോ. ഇനി ഈ ബെൻസീനിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറയാം. ബെൻസീനിൻ്റെ സ്ട്രക്ചർ ആദ്യം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, കറൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡേ ആണ് ബെൻസീനിൻ്റെ സ്ട്രക്ചർ എന്താക്കിയത്, കണ്ടുപിടിച്ചത്. എന്നിട്ട് അദ്ദേഹമാണ് അതിൻ്റെ ഫോർമുല പറഞ്ഞത്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആയിരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൈക്കൽ ഫാരഡേ ആണ്. റെഡി? അദ്ദേഹം ഈ പറയുന്ന ബെൻസീനിനെ ഓസോണോലിസിസ് നടത്തി O3യുമായി കൂട്ടിച്ചേർത്തിട്ടാണ് പറഞ്ഞത് ബെൻസീനിനകത്ത് അൾട്ടർനേറ്റീവായ 3 ഡബിൾ ബോണ്ടുകൾ ഉണ്ട് എന്ന്. റെഡി? ബെൻസീൻ എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ബെൻസീൻ എന്നുള്ളത് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്, നമ്മൾ പറയുന്ന ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അദ്ദേഹമാണ് ബെൻസീനിൻ്റെ ഫോർമുല C6H6 ആണെന്ന് പറഞ്ഞത്. അദ്ദേഹം ഓസോണോലിസിസ് നടത്തിയിട്ട് പറഞ്ഞു ബെൻസീനിനകത്ത് അൾട്ടർനേറ്റീവായ 3 എന്തുണ്ട്, ഡബിൾ ബോണ്ടുകൾ ഉണ്ട് എന്നുള്ളത്. തുടർന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് 6 കാർബണും 6 ഹൈഡ്രജനും ഉണ്ട് എന്ന്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ബെൻസീനിനകത്ത് 6 കാർബണും അതോടൊപ്പം തന്നെ 6 ഹൈഡ്രജനും ഉണ്ട് എന്ന്. പക്ഷേ ഈ ബെൻസീനിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയ സ്ട്രക്ചർ കൊണ്ടുവന്നത് കെക്കുലെയാണ്. കെക്കുലെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബെൻസീനിന് എന്താക്കിയിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താക്കാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? കുറേശ്ശെ പഠിക്കൂ, വളരെ പെട്ടെന്ന് പഠിച്ചും തീർക്കൂ.